അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവിൽ നിന്ന് രാജിവെക്കാൻ കാരണം നടൻ ടിനി ടോം ആണെന്ന നടി അൻസിബ ഹസൻ. തന്നെ മത തീവ്രവാദിയാക്കാൻ ടിനി ടോം നിരന്തരം ശ്രമം നടത്തുന്നുവെന്നും ആക്ഷേപമുണ്ട്. തനിക്കെതിരെ അപവാദ കഥകൾ പറയുകയാണെന്നും അമ്മയിലെ ഒരംഗം തനിക്കെതിരെ പോലീസിൽ വ്യാജ പരാതി നൽകിയെന്നും അൻസിബ ആരോപിച്ചു. ടിനി ടോം ഏട്ടൻ ഞാൻ മത തീവ്രവാദിയാണ്, ജിഹാദിയാണ്, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെ അങ്ങനത്തെ ഒരു ആരോപണം ഞാൻ കേട്ടു. അതുകൂടാത്തതിന് എനിക്കിനി ഈ ലോകത്ത് അവിഹിതം ഇല്ലാത്തത് ആർക്കാന്ന് എനിക്കറിയില്ല. അത്രയും അവിഹിത കഥകൾ എന്നെ പറ്റി. മറ്റൊരു വനിതാ എക്സിക്യൂട്ടീവ് അംഗം എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി കൊടുത്ത് എന്നെ 3 മണിക്കൂറോളം ഹറാസ് ചെയ്തു. ആ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ പരാതി ഇട്ടു. അമ്മയിലേക്ക് ഒഫീഷ്യൽ മെയിൽ ഇട്ടു. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന്. ഞാൻ പിന്നെ പരാതിപ്പെടാനൊന്നും പോയിട്ടില്ല. എനിക്ക് വയ്യ, എനിക്കിനി അവിടെ നിൽക്കേണ്ടെന്നാ തോന്നിയത്. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങളുമായി. ലിഡിയ, ഈ അമ്മ എക്സിക്യൂട്ടീവിൽ നിന്നും അൻസിബ രാജിവെക്കുന്ന സമയം അത് മറ്റു തിരക്കുകൾ കൊണ്ടാണ് എന്നൊക്കെ ഈ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെയല്ല. കൃത്യമായി അതിനകത്ത് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ടിനി ടോം കാരണമാണ് അത്തരത്തിലൊരു നടപടി എന്നുള്ളത് തന്നെയല്ലേ ഇപ്പോൾ അൻസിബ പറഞ്ഞു വെക്കുന്നത്? അനൂപ്, തീർച്ചയായും വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാണ് ഈ അൻസിബ ഈ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുന്നത് എന്നായിരുന്നു മുൻപ് പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകൾ, ഭാരവാഹികളൊക്കെ അത്തരത്തിൽ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതല്ല, വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളല്ല, മറ്റു കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് അൻസിബ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് തനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു, തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നു. പ്രത്യേകിച്ച് ഈ ടിനി ടോമിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള വ്യക്തിഹത്യാ ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അൻസിബ പറയുന്നത്. അത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ടിനി ടോമിനെതിരെ അൻസിബ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. താൻ മത തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ജിഹാദി എന്ന് വിളിച്ചു എന്നുള്ളത് കൂടിയാണ് അൻസിബ പറയുന്നത്. മറ്റുള്ള ആളുകളെ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ അമ്മയിൽ പറഞ്ഞു പരത്തുന്നു, അങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അൻസിബ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, തനിക്ക് വളരെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായി, അല്ലെങ്കിൽ ഈ കമ്മിറ്റി അംഗത്തിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. തനിക്കെതിരെ ഈ എക്സിക്യൂട്ടീവിലുള്ള ഒരു വനിതാ അംഗം തനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി കൊടുത്തു. ആ വ്യാജ പരാതിയെക്കുറിച്ച് താൻ അമ്മയിലടക്കം പരാതി പറഞ്ഞതാണ്, പ്രത്യേകിച്ച് പ്രസിഡന്റിനോടക്കം പരാതി ബോധിപ്പിച്ചതാണ്. പക്ഷെ അതിൽ കൃത്യമായ നടപടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ അമ്മയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അമ്മയിൽ നിന്നും അറിഞ്ഞത്. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് തനിക്ക് ലഭിച്ചത്. തനിക്ക് അതിൽ നീതി കിട്ടിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അൻസിബ വ്യക്തമാക്കുന്നത്. അതിന് പുറമെ ഈ വനിതാ അംഗം വലിയ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നോട് സംസാരിച്ചു. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിലടക്കം തന്നെ മാനസികമായി വലിയ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ ഈ പരാതി പോവുകയും പോലീസ് സ്റ്റേഷനിൽ നിന്നും വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു എന്നുള്ളത് കൂടിയാണ് അൻസിബ വ്യക്തമാക്കുന്നത്. അതിന് പുറമെ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ, തനിക്കെതിരെ അവിഹിത കഥകളടക്കം പ്രചരിപ്പിക്കുന്നു, ടിനി ടോം അടക്കമുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നു. അത്തരത്തിൽ തനിക്ക് അമ്മയിൽ നിലനിൽക്കാൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ്, അത്തരത്തിൽ ഭയമായതോടുകൂടിയാണ് താൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് എന്നുള്ളതാണ് അൻസിബ വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ടിനി ടോമിനെതിരെ ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് ജിഹാദി എന്ന് വിളിച്ചു എന്നടക്കമുള്ള പരാമർശങ്ങളാണ്. അത് നേരിട്ടല്ല എന്നുകൂടി അൻസിബ വ്യക്തമാക്കുന്നുണ്ട്. നീന കുറിപ്പ് പറഞ്ഞതാണ്, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗം തന്നെയാണ് നീന കുറിപ്പ് മറ്റുള്ള ആളുകളോടും പ്രത്യേകിച്ച് അൻസിബയോടും ഒക്കെ പറഞ്ഞതുകൂടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ തനിക്കെതിരെ നടക്കുന്നു എന്ന് അറിഞ്ഞതിനാലാണ് തനിക്ക് അമ്മയിൽ നിലനിൽക്കാൻ അല്ലെങ്കിൽ കമ്മിറ്റിയിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് താൻ ഇത്തരത്തിൽ രാജിവെച്ചത് എന്നാണ് അൻസിബ പറയുന്നത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ടിനി ടോമിനെതിരെ, അതോടൊപ്പം തന്നെ അമ്മയിലെ നേതൃത്വത്തിനെതിരെയൊക്കെ അൻസിബ പറയുന്നത്. അൻസിബ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ടിനി ടോമിനെതിരെയും ഒപ്പം തന്നെ അമ്മ എക്സിക്യൂട്ടീവിലുള്ളവർക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ. ഇറങ്ങിപ്പോക്കിന് കാരണം ഇവരാണെന്ന് കൃത്യമായി അൻസിബ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ലിഡിയ ജേക്കബ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.